നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവന്റെ കാര്യത്തിൽ ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടി അവൻ കാണിച്ച അതിബുദ്ധിയായിരിക്കും മാത്രം കരുതിയ മതി മോളെ. പക്ഷേ ജീവൻ രാജ് അവന്റെ അച്ഛനോടും അമ്മയോടും ഇതേ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നു എന്നല്ല അവര് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ ജീവൻ രാജ് പഴയ ആളെയല്ല. സ്നേഹം തോന്നിയ പെണ്ണിനെ പോലും മറ്റെന്തോ ലാഭത്തിനു വേണ്ടി ചതിക്കാൻ നോക്കിയവനാ. അവനെ ഇനി ആ കണ്ണുകൾ കൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അല്ലാതെ മറിച്ച് ഒരു ചിന്തയും നിനക്ക് വേണ്ട മോളെ. ഇല്ലച്ച, ജീവൻ രാജിന് അനുകൂലമായി ഒരു ചിന്ത ഇനി എന്റെ മനസ്സിലുണ്ടാവില്ല. എന്റെ പ്രശ്നം മറ്റൊന്നച്ച. എന്താ മോളെ? ജീവൻ രാജ് ഈ കേസില് എത്ര നാള് ശിക്ഷിക്കപ്പെടുന്നെന്നും ആർക്കും അറിയില്ല. അയാൾ എന്തെങ്കിലും പുറത്തു വരും. ഇപ്പൊ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നതുപോലും ജയിലിൽ വെച്ച് ജീവൻ രാജ് പറഞ്ഞിട്ടാ. അതിനർത്ഥം അയാള് ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരുന്നല്ലേ അച്ഛാ? ഹേയ്, അവൻ അങ്ങനെ നിന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യാനൊന്നും കഴിയില്ല എന്റെ കുട്ടി. നീ ജീവിക്കാൻ പോകുന്നതേ സച്ചിയുടെ മകന്റെ ഒപ്പാണ്. അവരെന്താ നിസ്സാരക്കാരാണോ? നോക്കുമോളെ, നിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാതെ ഗോകുലം നിന്നെ നോക്കുന്ന് ഈ അച്ഛന് നല്ല ഉറപ്പുണ്ട് മോളെ. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അച്ഛാ. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് മാനക്കേട് ഉണ്ടാക്കിയവൻ തന്നെ പ്രായച്ചിത്തമായി കൊടുക്കുന്ന ജീവിതം സ്വീകരിക്കുന്നതാണോ നല്ലത്, അതോ അവനെ ശത്രുവാക്കിക്കൊണ്ട് മറ്റൊരു ജീവിതം ആരംഭിക്കുന്നതാണോ നല്ലതെന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമല്ല അച്ഛാ. മാനക്കേട് ഉണ്ടാക്കിയവന്റെ കൂടെ ജീവിച്ച മറ്റൊരു മാനക്കേടിനെ ഭയക്കേണ്ടതില്ല. പക്ഷെ മറ്റൊരാളുടെ കൂടെ ജീവിച്ച ആദ്യം സംഭവിച്ച മാനക്കേട് മരണം വരെ പിന്തുടരില്ലെന്ന് എന്താ ഉറപ്പ്? മഞ്ചാടി മോളെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിവാഹമേ വേണ്ടെന്ന് വെച്ച് ജീവിക്കണം. അങ്ങനെയാകുമ്പോ ഉണ്ടാവുന്ന മാനക്കേട് സ്വയം സഹിച്ചാ മതി. മറ്റാരും അതിന്റെ പേരിൽ നമ്മളെ ചോദ്യം ചെയ്യില്ലല്ലോ. മതി എന്റെ മോളെ. നീ ഇപ്പോ ഇത്രയും വലിയ ആലോചനകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നീ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ്. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും നിന്നെ സംരക്ഷിക്കാനും ഈ അച്ഛനുണ്ട്, പിന്നെ ചേച്ചിമാരും ഉണ്ട്. നിനക്കൊരു പോറൽ പോലും ഏൽക്കാതെ നിന്റെ ചുറ്റിനും എന്നും ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നിനക്കത് പോരെ മോളെ? മതിയച്ച, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അച്ഛൻ ഇനി എന്ത് തീരുമാനം എടുക്കാം. മോളെ, അച്ഛന് പൊന്നുമോള്. മോളെ, മോള് ചെല്ല്, ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ല്. ശരി.